ഹലോ, ഇത് തൃശ്ശൂർ തൃപ്രയാറിലെ വൈമാളിനുള്ളിലെ കാഴ്ചകളാണ്. ഇവിടെ ഇപ്പോൾ ഓഫർ സെയിൽ നടക്കുന്നുണ്ട്. വെറും ഓഫർ സെയിലല്ല, 50% ഓഫർ സെയിൽ. ഓഫർ സെയിൽ നടക്കുമ്പോൾ നമുക്ക് പോയി വാങ്ങണ്ടേ എന്തെങ്കിലുമൊക്കെ. അത് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. പക്ഷേ എന്താ പറയുക, ഭയങ്കര തിരക്കാണെന്നേ. പ്രത്യേകിച്ച് ഇത് റീൽസിൻ്റെ കാലമായതുകൊണ്ട് എല്ലാ ദിക്കിലും നിന്നുള്ള ജനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എടുക്കലല്ലല്ലോ പ്രധാനം, ബില്ലിംഗ് അല്ലേ. ബില്ലിങ്ങിൻ്റെ അവിടുത്തെ ക്യൂ കണ്ടതോടുകൂടി എടുത്ത സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഓടി കേട്ടോ. കിച്ചൺ യൂട്ടൻസിൽസ്, ബെഡ്ഷീറ്റ്സ്, ഇലക്ട്രോണിക്സ്, നല്ല വിലപിടിപ്പുള്ള ബാഗുകൾ, എല്ലാത്തിനും 50% ഓഫറാണ്. ഇതിൽ തന്നെ പലതും ഓഫർ ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. ഇനി ഇത് സ്റ്റുഡിയോൻ്റെ ഉള്ളിലെ കാഴ്ചയാണ്. സ്റ്റുഡിയോയിൽ പിന്നെ എപ്പോഴും ഓഫറായതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഓഫറൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, ഈ ജനങ്ങളെയൊക്കെ കണ്ട് എനിക്ക് ശരിക്കും ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ടാണ്. കാരണം ഞാൻ ഡെയിലി വൈമാൾ പർച്ചേസിന് പോകുന്നതാണ്. വളരെ റിലാക്സ്ഡായി ഒരു ഉച്ച നേരത്തൊക്കെ ഞാൻ പോയി പർച്ചേസ് ചെയ്ത് സിമ്പിളായി പോരുന്നതാണ്. അപ്പോൾ വൈമാളിനുള്ളിലെ ഇങ്ങനത്തെ ഈ ജനത്തിരക്ക് കണ്ടതോടുകൂടി എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നായി. എന്നാലും എല്ലാ ഏരിയയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കണമല്ലോ. അത്രയും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഐറ്റത്തിന് 50% ഓഫർ ഉണ്ടെങ്കിൽ അതൊന്നും വാങ്ങണമല്ലോ. അങ്ങനെ സ്റ്റുഡിയോയിൽ കയറിയപ്പോഴത്തൊരു സെൽഫി ആയിരുന്നു അത്. പിന്നെ ഇവിടെ ഈ ഓഫർ സെയിലിൽ നിന്ന് ഇവിടെ നിന്നല്ല, എവിടെ കേട്ടാലും പർച്ചേസിന് പോകുന്ന അച്ഛന്മാരോടും അമ്മമാരോടും ഒരു കാര്യം പറയട്ടെ, കൊച്ചുങ്ങളെ കൊണ്ടുപോകാതിരിക്കുക. അവർക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇടിയും കുത്തും കൊണ്ടാൽ പോരെ, കൊടുത്താൽ പോരെ. അതിനിടയിൽ ഇത് കണ്ടോ, ഒരു സ്പെഷ്യൽ ഓഫർ, ഒരു ചായ, ഒരു സ്പെഷ്യൽ പൊറോട്ട, അതിന് ജസ്റ്റ് 99 rupees ഉള്ളൂ. ഇതിനിടയിൽ ഞാൻ KFCയിൽ കയറി 2 സിംഗർ ബർഗറിന് പാഴ്സൽ ഓർഡർ കൊടുത്തിരുന്നു. അപ്പോൾ അത് കിട്ടി. കിച്ചുവിന് ഹോളിഡേ ആണ്. അപ്പോൾ കിച്ചുവിനെ ഒന്ന് ഹാപ്പി ആക്കണം. കിച്ചുവിനെ ഹാപ്പി ആക്കാൻ എനിക്ക് ഭയങ്കര ഹാപ്പിയുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാനിങ്ങനെ നടക്കുന്നതിനിടയിലാണ് പിന്നെ ഒന്ന് ട്രെൻഡ്സിൽ കയറാമെന്ന് തോന്നിയത്. ഇനി അവിടെ വലിയ വലിയ ഓഫറുകളൊക്കെ ഉണ്ടെങ്കിൽ കാണാതെ പോകരുതല്ലോ. പിന്നെ ട്രെൻഡ്സ് കയറി. ട്രെൻഡ്സ് എപ്പോഴും നമ്മളെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യും. പ്രത്യേകിച്ച് നല്ല ഐറ്റംസും ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ക്ഷീണിതയാണ് ഞാൻ. അപ്പോൾ ഒരു അവിൽ മിൽക്ക് കുടിക്കാമെന്ന് വിചാരിച്ച് ഒരു റെഗുലർ ബൂസ്റ്റ് അവിൽ മിൽക്ക് ഓർഡർ ചെയ്തു. കിട്ടിയിട്ടുണ്ട്. ഇത് മണിയടിക്കുമ്പോൾ ഇനി നമ്മളത് പോയി വാങ്ങണം. ഓക്കെ, അപ്പോൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്, പക്ഷേ അവിൽ മിൽക്ക് മതി. ഓക്കെ, അപ്പോൾ അത് ബെല്ലടിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടി പറഞ്ഞു ഇപ്പുറത്ത് വന്ന് കളക്ട് ചെയ്യാൻ. യഥായിരിക്കുന്നു. ഗുമ്മ പോരാ കാണാൻ, എന്നാലും കുഴപ്പമില്ല. ഇപ്പോഴത്തെ വിശപ്പിന് എന്ത് കിട്ടിയാലും കഴിക്കും. പക്ഷേ വയറങ്ങോട്ട് ഫുള്ളാക്കുന്ന രീതിയിലുള്ള മീൽസൊന്നും നമുക്കിപ്പോൾ താല്പര്യമില്ല. ഡയറ്റ് നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരി, ബൈ.